ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഖാതമിൻ നബിയ്യീൻ മുഹമ്മദിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഡിബേറ്റ് ഗ്രൂപ്പിലെ സ്നേഹ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദരത്ത് അഹ്മദ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില പേജുകളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്ഥാപിക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, അദ്ദേഹം കൂടി കൃത്യമായി എഴുതുന്നുണ്ട്. ഈ തുടക്കത്തിലല്ല, പിന്നീട് അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നു വിശ്വസിക്കുന്ന ആളായിരുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഉദ്ധരണി ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ഇവിടെ കൊടുത്ത ഉദ്ധരണി ഞാനിവിടെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, റീപോസ്റ്റ് ചെയ്യുന്നു. അലാ യഅലമൂന അന്നൽ മസീഹ യൻസിലു മിനസ് സമാഇ ബിജമീഇ ഉലൂമിഹി വലാ യഖുദു ശൈഅൻ മിനൽ അർദ്. അദ്ദേഹം പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഒന്ന് കൃത്യമായി പറഞ്ഞ് വായിച്ചു തരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദ്ധരണി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറം കൂടി വായിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ ലാ തഖറബു സ്വലാത്ത് രണ്ടും ഖുർആനിൽ പറഞ്ഞിട്ട്, ലാ തഖറബു സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് പോവുകയും ചെയ്യരുത്. കാരണം അല്ലാഹ് വേറെ സ്ഥലത്ത് പറയുന്നു ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമെന്ന്. ഖുർആനിലുണ്ടല്ലോ അങ്ങനെ. പക്ഷെ രണ്ട് ഭാഗത്താണ്. അതിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നുള്ള കാര്യം അവിടെ പറയണം. ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാര എന്ന് പറയണം, കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ കാര്യം വ്യക്തമാക്കും. ഇവിടെ ഇദ്ദേഹം കംപ്ലീറ്റ് ആക്കാതാണ് ഈ പറയുന്നത്. എന്താണ് പറയുന്നത്? യൻസിലു മിനസ് സമാഇ ബിജമീഇ ഉലൂമിഹി, അദ്ദേഹത്തിന് എല്ലാ അറിവുകളും കൊണ്ടാണ് വരുന്നത്. എല്ലാ അറിവുകളും ആകാശത്തു നിന്നാണ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അന്നൽ മസീഹ് യൻസിലു, ഇറങ്ങുന്നു ആകാശത്തു നിന്ന്, ബിജമീഇ ഉലൂമിഹി, നസല ബി എന്ന് പറഞ്ഞതാണ് ഇറക്കിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതുമായി വരുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്ത വാചകം വായിക്കുക, വലാ യഖുദു ശൈഅൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്നൊന്നും എടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന ഉലൂമുകളെ, ജ്ഞാനങ്ങൾ എവിടെ നിന്നാണെന്നാണ് പറയുന്നത്? ആകാശത്തു നിന്നാണ് കൊണ്ടുവരുന്നത്, ഭൂമിയിൽ നിന്നല്ല, കൃത്യമായി പറയുന്നു. പിന്നെ അലാ യഅലമൂന അന്നല്ലദീന യുർസലൂന മിൻ ലദുൻ റബ്ബിഹിം ലാ യഹ്താജൂന ഇലാ ബൈഅത്തി അഹദിൻ വഹും മിൻ റബ്ബിഹിം യതഅല്ലമൂൻ. നിങ്ങൾക്കറിയില്ലേ, അല്ല അവർക്കറിയില്ലേ, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അയക്കപ്പെടുന്ന മുർസൽമാരൊക്കെ ഭൂമിയിൽ ആരുടെയും ബൈഅത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവരല്ല. ആരെയും ആശ്രയിക്കുകയോ ആരുടെയും ബൈഅത്ത് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. മറിച്ച് അവരെല്ലാം അള്ളാഹുവിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന്. അപ്പൊ ഇൽമ്, വിജ്ഞാനം നബിമാർ കൊണ്ടുവരുന്ന ആകാശത്തു നിന്നാണ്, എല്ലാ നബിമാരും. അതാണ് ഈ പറയുന്നത്. അദ്ദേഹവും മസീഹും ആകാശത്തു നിന്നായിരിക്കും എല്ലാ ഉലൂമുകളും കൊണ്ടുവരുന്നത് എന്നാണ് ഈ പറഞ്ഞ 409 പേജ് റുഹാനി ഖസായിൻ 5-ാം ജില്ലയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ വ്യക്തമാക്കാൻ അതേ വോളിയം നോക്കുക. പേജ് 268 ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. അതായത് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാം, അതും കൂടെ പോസ്റ്റ് ചെയ്യാം. അതിൽ നോക്കുക. അതിൽ നിന്ന് പറയുന്നത് ഉറുദു തന്നെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ചൂങ്കെ ഇസ് ഉതർനെ വാലെ കെ ലിയെ മൗഖ ന മിലാ കെ വോ കുച്ച് റോഷ്നി ജമീൻ വാലോ സെ ഹാസിൽ കർത്ത. ഈ ഇറങ്ങുന്ന ആൾക്ക് ഭൂമിയിൽ നിന്ന് ആരുടെ നിന്നും പ്രകാശം കരസ്ഥമാക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല. യാ കിസിക്ക് ബഅത്ത് യാ ഷാഗിർദി സെ ഫൈസിയാബ് ഹോത്ത, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ബയ്യത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിദ്യാർത്ഥി എന്ന പേരിൽ ആരുടെ അടുത്തെങ്കിലും പഠനം നടത്താനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ബൽക്കെ ഉസ്നെ ജോ കുച്ച് പായ ആസ്മാൻ കെ ഖുദാ സെ പായ. ഇവിടുന്ന് ഉസ്താദന്മാരുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ മുർഷിദുമാരുടെ അടുത്തു നിന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിന് കിട്ടിയതൊക്കെ ആകാശത്തു നിന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. ആസ്മാൻ കെ ഖുദാ സെ പായ, ആകാശത്തുള്ള അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇസി വജാ സെ ഉസ്കെ ഹഖ് മേ നബി മാസൂം കി പേഷ്ഗോയി മേ അൽഫാസ് ആയേ ഹെ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പ്രവചനത്തിൽ ഈ വരാനിരിക്കുന്ന മസീഹിനെ കുറിച്ച് ഈ പദം വന്നത്, വോ ആസ്മാൻ സെ ഉത്തരേഗ, അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്ന്. യാനി അതായത് ആസ്മാൻ സെ പായേഗ ജമീൻ സെ കുച്ച് നീ പായേഗ, അദ്ദേഹം കൊണ്ടുവരുന്നതൊക്കെ ആകാശത്തുനിന്നുള്ളതായിരിക്കും, ഭൂമിയിൽ നിന്നൊന്നും എടുക്കൂല എന്ന്. അപ്പൊ ആകാശത്ത് ഇറങ്ങുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി പറയുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹം സ്വയം വരികയല്ല, മറിച്ച് അവിടെ നിന്നുള്ള വിജ്ഞാനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് അതുമായിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലാതെ ഭൂമിയിൽ നിന്ന് ആരെയും ഒന്നിനും ആശ്രയിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.